ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ KWA പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ അതിൻ്റെ എക്സാം ജനുവരിയിലാണ്. സോ എല്ലാവരും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ടപ്പ് ആയെന്ന് കരുതുന്നു. സോ നമ്മൾ അതിൻ്റെ ബേസിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് മെക്കാനിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി, എസ്പെഷ്യലി ഫോർ മെക്കാനിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് സെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് 10 ആണ്. അപ്പോൾ 9 വരെ കാണാത്തവരെ കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുണ്ട്. നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുണ്ട്. നിങ്ങൾക്ക് അതിലും ജോയിൻ ആവാം. നമുക്കിന്ന് 7 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ 8:30 ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്ക് ലിങ്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സിനു ആൻസി റെഫറൽ കോഡ് ചോദിക്കുകയാണെങ്കിൽ സിനു ആൻസി റെഫറൽ കോഡ് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിലോട്ട് എൻ്റർ ആവാം. ആർക്കെങ്കിലും ക്ലാസ്സിലോട്ട് കയറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പിൽ അയക്കാം. എന്നിട്ട് അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ബാച്ച് കോഴ്സ് 150 ബാച്ച് കോഴ്സ് ഫോർ ബിവോക്കോ അസിസ്റ്റൻറ്റ് എക്സാം 4th നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ ആരംഭം 120 ഫൗണ്ടേഷൻ ബാച്ച് ഫോർ 10th ലെവൽ എക്സാംസ് LDC LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബിഗിനേഴ്സ് ബാച്ചാണ് 3rd നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ച്. അതുപോലെ തന്നെ 20th ഒക്ടോബറിലും 21st ഒക്ടോബറിലും സ്റ്റാർട്ട് ചെയ്ത DD ലെവൽ ബാച്ചസും അതുപോലെ തന്നെ LDC ബാച്ചസും റണ്ണിംഗ് ആണ്. LD ടൈപ്പിസ്റ്റിൻ്റെയും റിസർച്ച് ഓഫീസറിൻ്റെ ബാച്ചസും റണ്ണിംഗ് ആണ്. ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പേപ്പർ 1 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ഇപ്പോഴുള്ളൊരു നമ്മുടെ കേരള PSCയുടെ ഒരു കോമ്പാക്റ്റ് ആണ് LDC സ്പെഷ്യൽ. ഓക്കെ, November 14 12 PM 20 ലക്കി പാർട്ടിസിപ്പൻറ്റ് ക്യാൻ വെൻ അമേസിംഗ് പ്രൈസസ്. അപ്പം കമ്പൽസറി ആയിട്ടും എല്ലാവരും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. November 14 12 മണിക്കുള്ള ഒരു ടെസ്റ്റാണ്. 60 minutes 50 questions 60 minutes. ഓക്കെ, നിങ്ങളുടെ നന്നായി റെഫറൽ കോഡ് യൂസ് കോഡിൻ്റെ അവിടെ സിനു ആൻസി റെഫറൽ കോഡ് യൂസ് ചെയ്ത് എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു എക്സാം എഴുതി നോക്കുക. വളരെ ഓൾ ഇന്ത്യ എക്സാമാണ്. അമേസിംഗ് പ്രൈസസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഓഫർ ഉള്ളത്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഓൾ ഫ്രൈഡേ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട്. 30 questions 30 minutes. പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി, ഇതാണ് നമ്മുടെ റെഫറൽ കോഡ്. ഈ റെഫറൽ കോഡ് ഉപയോഗിച്ച് വേണം നിങ്ങൾ നമ്മുടെ എക്സാംസൊക്കെ, നമ്മുടെ കേരള PSCയുടെ LDC കോമ്പാറ്റ് എക്സാംസും നിങ്ങൾ ഈ ഒരു ലോക്ക് നമ്മുടെ റെഫറൽ കോഡ് യൂസ് ചെയ്താണ് നിങ്ങളത് അപ്ലൈ ചെയ്യാനുള്ളത്, അത് എൻ്റർ ചെയ്യാനുള്ളത്. ഓക്കെ, ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. ഇതാണ് നമ്മുടെ അക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ബാച്ച്, നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ ഈ മെഷർമെൻറ്റ്സ് മൊഡ്യൂൾ 4 എത്തിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന ഒരു മൊഡ്യൂളിൻ്റെ അതിന് 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 മാർക്ക് നമുക്ക് കിട്ടണം. സോ നിങ്ങളത് അനുസരിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ സെറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാം അതിൻ്റെ തിയറി പഠിച്ച ശേഷം മാത്രമേ ക്വസ്റ്റ്യൻസ് പഠിക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. ഓരോന്നിൻ്റെയും തിയറി ക്ലാസ്സിൻ്റെ ഒരു ഐഡിയ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് തിയറി പഠിക്കുമ്പോൾ അതിൻ്റെതായ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ കേബിൾ ക്യാൻ ബി മെഷേർഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ കേബിൾ ക്യാൻ ബി മെഷേർഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്. മെഗർ ആണോ ഗാലോണോമീറ്റർ മെത്തേഡ് ആണോ? only 2, ബോത്ത് 1 and 2, neither 1 and 2, only I. ബോത്ത് ആണ് അല്ലേ, രണ്ടും വരുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഇലക്ട്രിക്കൽ പവർ ടു എ മെഗർ ഈസ് പ്രൊവൈഡഡ് ബൈ. മെഗർ നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ സിലബസിൽ. ഇലക്ട്രിക്കൽ പവർ ടു മെഗർ ഈസ് പ്രൊവൈഡഡ് ബൈ. ബാറ്ററി ആണോ, പെർമനൻറ്റ് മാഗ്നറ്റ്, DC ജനറേറ്റർ ആണോ, AC ജനറേറ്റർ ആണോ, ഐദർ AC ഓർ DC. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, പെർമനൻറ്റ് മാഗ്നറ്റ് DC ജനറേറ്റർ. മെഗർ എന്ന് വെച്ചാൽ ഒരു പോർട്ടബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് വർക്ക് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ബേസിക് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന് ഈ ഇലക്ട്രിക്കൽ പവർ മെഗറിന് കൊടുക്കുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് DC ജനറേറ്റർ ആണ്. ഇതിൻ്റെ വോൾട്ടേജ്, ടെസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 500, 1000, 2500 വോൾട്ട് ഈ ഒരു റേഞ്ചിലൊക്കെ വരും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബ്രിഡ്ജ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ആൻ അൺനോൺ കപ്പാസിറ്റൻസ്. ബ്രിഡ്ജസ് ഇന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അൺനോൺ കപ്പാസിറ്റൻസ് ആണെങ്കിൽ ഏത് ബ്രിഡ്ജാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ 4 ആണ്, ഷെറിംഗ് ബ്രിഡ്ജ്. ഓരോന്ന് നോക്കാം. വീസ്റ്റൺ ബ്രിഡ്ജ് ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വീസ്റ്റൺ ബ്രിഡ്ജ്. ഓക്കെ, അതുപോലെ അൺനോൺ ഇൻഡക്റ്റൻസ്, മെഷർമെൻറ്റ് ഓഫ് അൺനോൺ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഓവൻസ് ബ്രിഡ്ജും ആൻഡേഴ്സൺ ബ്രിഡ്ജും, രണ്ടും പഠിക്കാം. കപ്പാസിറ്റൻസ്, അൺനോൺ കപ്പാസിറ്റൻസ് ആണെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി ഷെറിംഗ് ബ്രിഡ്ജ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബ്രിഡ്ജസ് ക്യാൻ ബി യൂസ് ടു മെഷർ ഇൻഡക്റ്റൻസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് മാക്സ്വെൽസ് ബ്രിഡ്ജും ആൻഡേഴ്സൺ ബ്രിഡ്ജും, ബോത്ത് 1 and 2. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലോ റെസിസ്റ്റൻസ് ക്യാൻ ബി അക്യുറേറ്റ്ലി മെഷർഡ് ബൈ. ലോ റെസിസ്റ്റൻസ് ക്യാൻ ബി അക്യുറേറ്റ്ലി മെഷർഡ് ബൈ. ഇറ്റ് ഈസ് കെൽവിൻ ബ്രിഡ്ജ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ് ടു മെഷർ മീഡിയം റെസിസ്റ്റൻസ്. മീഡിയം റെസിസ്റ്റൻസ് ആരാണ്? ഇറ്റ് ഈസ് വീസ്റ്റൺ
ബ്രിഡ്ജ് മെത്തേഡ്, മീഡിയം റെസിസ്റ്റൻസ് വീസ്റ്റേൺ ബ്രിഡ്ജ് മെത്തേഡ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ബാലിസ്റ്റിക് ഗാലോമീറ്റർ വിത്ത് ഹൈ ഓസിലേഷൻ പീരീഡ് ആൻഡ് ഹൈ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വുഡ് ബി ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ്. ബാലിസ്റ്റിക് ഗാലോമീറ്റർ വിത്ത് ഹൈ ഓസിലേഷൻ പീരീഡും അപ്പോൾ തന്നെ ഹൈ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസും ആണെങ്കിൽ ഇറ്റ് ഇസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ആണോ, ഇൻഡക്റ്റൻസ് ആണോ, കറണ്ട് ആണോ, വോൾട്ടേജ് ആണോ, ഏതായിരിക്കും വരുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ കപ്പാസിറ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മെഗർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, മെഗർ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് എക്സ്ട്രീംലി ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി വാല്യൂ ഓഫ് ക്വാളിറ്റി ഫാക്ടർ ബിലോ 1. താഴെ തന്നിരിക്കുന്ന ഏതാണ് മെഷർ ചെയ്യുന്നത്? വാല്യൂ ഓഫ് ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ ബിലോ 1 ഏതാണ്? ആൻഡേഴ്സൺ ബ്രിഡ്ജ് ആണോ, മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് ആണോ, ഹേസ് ബ്രിഡ്ജ് ആണോ, വീസ്റ്റേൺസ് ബ്രിഡ്ജ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ആൻഡേഴ്സൺ ബ്രിഡ്ജ് ആണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, എ മെഗർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഗീവ്സ് ദ റീഡിംഗ് ഇൻ. എ മെഗർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഗീവ്സ് ദ റീഡിംഗ് ഇൻ ഓം. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ബ്രിഡ്ജ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രിഡ്ജ് ഏതാണ്? ഇറ്റ് ഈസ് വീൻ ബ്രിഡ്ജ്. ഓക്കെ, അത് പഠിച്ചോണം. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടെസ്റ്റ് യൂസ് ടു ലൊക്കേറ്റ് ഹൈ റെസിസ്റ്റൻസ് ഫോൾട്ട് ഇൻ ലോ റെസിസ്റ്റൻസ് കണ്ടക്ടർ. ഏത് ടെസ്റ്റ് ആയിരിക്കും യൂസ് ടു ലൊക്കേറ്റ് ഹൈ റെസിസ്റ്റൻസ് ഫോൾട്ട് ഇൻ ലോ റെസിസ്റ്റൻസ് സർക്യൂട്ട് കണ്ടക്ടർ സർക്യൂട്ടീസ്? ഇറ്റ് ഈസ് ഓപ്ഷൻ 3 ആണ്, മുറേ ലൂപ്പ് ടെസ്റ്റ്. ഓക്കെ, ഹൈ റെസിസ്റ്റൻസ് ഫോൾട്ട് ഇൻ ലോ റെസിസ്റ്റൻസ് കണ്ടക്ടർ സർക്യൂട്ട്, മുറേ ലൂപ്പ് ടെസ്റ്റ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ഹേസ് ബ്രിഡ്ജ് ഈസ് യൂസ് ടു മെഷർ ദി ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ഹാവിംഗ്. ഹേസ് ബ്രിഡ്ജ് ഈസ് യൂസ് ടു മെഷർ ദി ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ഹാവിംഗ്. വെരി ലോ ക്വാളിറ്റി ഫാക്ടർ ആണോ, ലോ ക്വാളിറ്റി ഫാക്ടർ ആണോ, മീഡിയം ആണോ, അതോ ഹൈ ആണോ? ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇറ്റ് ഇസ് ഹൈ ക്വാളിറ്റി ഫാക്ടർ ആണ്. ഓക്കെ, ഇൻഡക്റ്റൻസ് ഓഫ് ഹൈ ക്വാളിറ്റി ഫാക്ടർ ആണ്. അപ്പോൾ ഓരോന്നും പഠിക്കുക. മാക്സ്വെൽസ് ബ്രിഡ്ജ് ആണെങ്കിൽ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ, മാക്സ്വെൽസ് വീൻ ബ്രിഡ്ജ് ആണെങ്കിൽ suitable for low quality coils ആണ്. ഹേസ് ബ്രിഡ്ജ് ആണെങ്കിൽ ഹൈ ക്വാളിറ്റി കോയിൽസും, ആൻഡേഴ്സൺ ബ്രിഡ്ജ് ആണെങ്കിൽ പ്രാക്ടീസ് പ്രിസൈസ് മെഷർമെൻറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് വാല്യൂസ്. ഇത് ഇത്രയും ഒന്ന് പഠിച്ചു വയ്ക്കാമല്ലോ. ടേബിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എ സി ആർ ഒ ക്യാൻ ഡിസ്പ്ലേ എന്തായിരിക്കും? സി ആർ ഒ ബോത്ത് എ സിയും ഡി സി സിഗ്നലും സി ആർ ഒ ഡിസ്പ്ലേ ചെയ്യും. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഡിസ്പ്ലേ ഓഫ് എ സൈൻ വേവ് ഇൻ എ സി ആർ ഒ വാട്ട് വേവ് ഫോം ഈസ് അപ്ലൈ ടു ദ ഹൊറിസോണ്ടൽ പ്ലേറ്റ്സ്. നമുക്ക് സി ആർ ഒയുടെ വർക്കിംഗ് ഒക്കെ നമ്മൾ തിയറിയിൽ പഠിക്കുന്നുണ്ട്. ഫോർ ഡിസ്പ്ലേ ഓഫ് എ സൈൻ വേവ് ഇൻ എ സി ആർ ഒ വാട്ട് വേവ് ഫോം ഈസ് അപ്ലൈ ടു ഹൊറിസോണ്ടൽ പ്ലേറ്റ്സിൽ വാട്ട് വേവ് ഫോം ഈസ് അപ്ലൈഡ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, എന്താണ്? സോ ടൂത്ത് വേവ് ഫോം ആണ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലെസാജസ് പാറ്റേൺ ഒബ്റ്റെയിൻഡ് ഓൺ സി ആർ ഒ ഈസ് യൂസ് ടു ഡിറ്റർമിൻഡ്. ലെസാജസ് പാറ്റേൺ ഒബ്റ്റെയിൻഡ് ഓൺ എ സി ആർ ഒ ഈസ് യൂസ് ടു ഡിറ്റർമിൻ ഏതായിരിക്കും? ഫേസ് ഷിഫ്റ്റ് ആൻഡ് ഫ്രീക്വൻസി. ഫേസ് ഷിഫ്റ്റ് ആൻഡ് ഫ്രീക്വൻസി. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സി ആർ ഒ എന്ന് പറയുമ്പോൾ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് കനോട്ട് ബി യൂസ് ടു മെഷർ. ഏതാണ് മെഷർ ചെയ്യാത്തത്? കനോട്ട് ബി യൂസ് ടു മെഷർ ഇറ്റ് ഇസ് പവർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി സി ആർ ടി 18ാമത്തെ. ഇനി സി ആർ ടി കാഥോഡ് റേ ട്യൂബാണ്. ഫോസ്ഫർ കോട്ടിംഗ് ഈസ് പ്രൊവൈഡഡ്. ഫോസ്ഫർ കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എവിടെയാണ്? ഇറ്റ് ഇസ് ഓൺ ഇൻസൈഡ് സർഫസ് ആണ്, അകത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഈസ് നോട്ട് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദി കാഥോഡ് റേ ട്യൂബ് ഓഫ് ദി സി ആർ ഒ. സി ആർ ഒയുടെ കാഥോഡ് റേ ട്യൂബിൻ്റെ അകത്ത് നോട്ട് ലൊക്കേറ്റഡ്, കാണാത്തത് ഏതാണ്? ഏത് പാർട്ടാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്, ടൈം ബേസ് ജനറേറ്റർ ആണ്. ഓക്കെ, ടൈം ബേസ് ജനറേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവരും പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടെസ്റ്റ് സെറ്റ് 9 വരെയുള്ള ടെസ്റ്റ് സെറ്റ് ഫുൾ കാണുക. നമ്മുടെ ലൈവ് ക്ലാസ്സിലും വരിക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു.